അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് കിഴൂര് പൂരം കാണാൻ വേണ്ടിട്ട് എന്റെ മാമന്റെ അവിടേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടീം കുരുക്ഷേത്രം. തൊട്ടടുത്താണ് കിഴൂരമ്പലം. അത് ആ കയറ്റം അങ്ങനെ കയറി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴൂരമ്പലമായിട്ട് മാമന്റെ വീട്ടിൽ തന്നെയാണ് ആനേനും കെട്ടിയിരിക്കുന്നത്. അത് കാരണം പിള്ളേർക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാം ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്, പൂരത്തിന് വരാൻ വേണ്ടിയിട്ട്. ആനേനും കാണാം, കണ്ട അവരുടെയൊക്കെ സന്തോഷം നോക്കി. ആന ഏതാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ശശിയേട്ടനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ല ഏതാനാണ്. അപ്പൊ ശശിയേട്ടൻ ചെക്കനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണ്ടത് കൂലി കാണാൻ വേണ്ടിയിട്ട് തന്നെ എന്തോരം ആൾക്കാരാന്ന് നോക്കി നോക്കി. കൂലി അവിടെ നടക്കട്ടെ, ഞാൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകട്ടെ. ഇതാണ് നമ്മുടെ പാടി, നമ്മുടെ പിള്ളേരെല്ലാവരും ഇരിക്കുന്ന സ്ഥലം. പിള്ളേരെല്ലാവരും തിരക്കിലുണ്ടാ, കോലൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേ നെറ്റിപ്പെട്ടതിന്റെ അടുത്ത് ചിരിച്ചു നിൽക്കുന്ന കണ്ടില്ലേ, സഖാവ് ലാൽകൃഷ്ണ, നമ്മുടെ ചെക്കനുണ്ട പ്രശ്ന സ്ഥാനാർത്ഥി. അങ്ങനെ തുടക്കം കുറിച്ചിട്ട് കൊട്ടു തുടങ്ങിയിട്ട് കേട്ടോ. സജ്ജേട്ടനൊക്കെ ഇത് താളിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കുഞ്ഞുങ്ങൾ വന്നിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചെക്കൻ കൂലി കഴിഞ്ഞ് വന്ന്. അങ്ങനെ ചെക്കനെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ വേറൊരു തിരക്ക് നോക്കിയപ്പോൾ അവിടെ കൈ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചു നേരം അത് കേട്ട് നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് നോക്കി, ഒരു നോസ്റ്റാൾജി അല്ല അത്. അങ്ങനെ ഞാനും ഒന്ന് കൈ നോക്കിച്ചു. കൈ നോക്കിയിട്ട് ഞാൻ രക്ഷപ്പെടും, നല്ല മോനാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എഴുന്നള്ളിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി കാണാൻ പോകുന്നതാണ് ശരിക്കുള്ള പൂരം. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആനേനും കൊട്ടും എല്ലാം കാണുന്ന പോലെ തന്നെയാണ് ഈ ഡാൻസ് ആണ് നമ്മുടെ ഒരു മെയിൻ. ഇനി വെറൈറ്റി സ്റ്റെപ്പുകൾ കാണാട്ടോ. ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇത് കണ്ട കോട്ടച്ചിറ പ്രദേശത്തിന് ഇവര് നോട്ടുമാലയിൽ മുക്കി കൊടുക്കുകയാണ് ഗൈസ്. ഇത് കണ്ടിട്ട് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനായിട്ട്, ഇവർ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇത്രയും നോട്ട് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തോരം സമയം എടുക്കുന്ന ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ. സ്ഥാനാർത്ഥിയോടെ കുശലാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കോട്ടച്ചിറ പ്രദേശത്ത് മെല്ലനെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവര് പെരുപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്, സ്റ്റെപ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിപ്പട്ടാളം തന്നെയാണ് കേട്ടോ ഒരു അഴക് നമ്മുടെ പൂരത്തിന്റെ ഒക്കെ. പിള്ളേർ കളിക്കുന്ന ഡാൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് നോക്കി നിന്ന് പോകും. ഇതേ കാർന്നേരിക്കണൊക്കെ പൂരത്തിനല്ല വെച്ചെങ്കിലും പ്രായമൊന്നുമില്ല കേട്ടോ. എഴുന്നള്ളിപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കേട്ടോ. അത് കാരണം ടവന്മാരൊക്കെ വെറുതെ കയ്യന്റെ മുകളിൽ താളം പിടിച്ച് നിൽക്കണത്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാട്ടോ നല്ല കിടലും സ്റ്റെപ്പുകൾ കാണും. പക്ഷെ എന്റെ മോനെ പിള്ളേരുടെ കളി നോക്കടാ. വലിയൊരു കളിച്ചില്ലെങ്കിൽ വേണ്ട, ഞങ്ങള് പൂശി പൊളിച്ചേരാന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പിള്ളേര് കളിക്കണത്. ഇതേ താളം പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അവരെടുത്തിട്ട്. കൊട്ടവിടെ നടക്കട്ടെ. ചെറിയൊരു വിശ്രമത്തിലാണ് നമ്മുടെ നന്ദലത്ത് ഗോപാലകൃഷ്ണന്റെ സാരഥിമാരും. നാദസ്വരം മാത്രമല്ല കേട്ടോ, പഞ്ചവാദ്യം ഉണ്ട്. നാദസ്വരം വേണ്ടവർക്ക് നാദസ്വരം, പഞ്ചവാദ്യം വേണ്ടവർക്ക് പഞ്ചവാദ്യം. സെറ്റാണ്. പിള്ളേരെ അടുത്തത് ഏതാ പാട്ട് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റെപ്പുകൾ, വെറൈറ്റി സ്റ്റെപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. രണ്ട് തലമുറയിലുള്ളവരും മത്സരിച്ച് സ്റ്റെപ്പുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതേ നമ്മുടെ ഡാൻസർ വീണ്ടും വന്നിട്ട് കേട്ടോ. നോക്കൂ അവന്റെ സ്റ്റെപ്പുകൾ നോക്കൂ ഗൈസ്. ക്യാമറാമാനെ ഓരോ സ്റ്റെപ്പുകളും ഫ്രെയിമിലാക്കുകയാണ് ഗൈസ്. കുരുക്ഷേത്രയുടെ സ്വന്തം പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫറും ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വെറൈറ്റി സ്റ്റെപ്പുകളുടെ അക്ഷയഗനിയാണ് ഇതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നോക്കൂ അവരുടെ സ്റ്റെപ്പുകൾ നോക്കൂ ഗൈസ്. ഈ നിൽക്കണതാണ് നമ്മുടെ ഫാമിലി എല്ലാരും എത്തിയിട്ടുണ്ട് കേട്ടോ. അതേ ലച്ചൊക്കെ അവിടെ ഡാൻസ് തുടങ്ങി. 4 സ്റ്റെപ്പ് ഇട്ടില്ലെങ്കിൽ എന്ത് പൂരം. അതെ നോക്കൂ ഗൈസ്, കോതച്ചിറ പ്രദേശത്തിന് വീണ്ടും അവർ നോട്ടുമാലകൾ കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ കേട്ട് നിൽക്കുന്നവരെല്ലാവരെ കൊണ്ടും ഒരു 2 സ്റ്റെപ്പ് എങ്കിലും ഇടിപ്പിച്ചിട്ട് വിടുമെന്നുള്ള വാശിയിലാണ് അവരും പൂശുന്നത്. ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്വന്തം പന്തലിലെത്തിയ ഒരു ഫോട്ടോഷൂട്ട് അത് നിർബന്ധം. എന്തേ സത്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സഖാവ് സ്നേഹാന്വേഷണത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ നാട് മൊത്തം ചുറ്റിട്ട് അവസാനം നമ്മളിവിടെ മേലോർത്ത് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ കുന്നാണ്ട് കയറി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കൂട്ടിയെഴുന്നള്ളിപ്പിന് നിർത്താൻ പോവാണ് ചെക്കനെ. വിരാട് കോഹ്ലിക്ക് പോലും ഇല്ലാത്ത ക്ലാസ്സും വെച്ചിട്ട് വിമേഷ്, താളം പിടിച്ചിട്ട് ശശിയേട്ടനും ചെക്കനും. അങ്ങനെ നമ്മൾ കുന്ന് കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൂരം കാണാനായി കിഴൂരമ്പലത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ പൂരത്തിരക്കുകൾക്കിടയിലുള്ള കണ്ടുമുട്ടലുകൾക്കും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അല്ലെ. എന്തായാലും എനിക്ക് ഒരുപാട് അവസരങ്ങൾ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് കാണാത്ത ഒരുപാട് പേരിനെ ഞാൻ ഇതുപോലെ പൂരത്തിന്റെ ഇടയിൽ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ശരിക്കും ഒരു ജനസാഗരം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഗൈസ്. അടുത്ത പൂരപ്പരാന്തനെ നെഞ്ഞോട് ചേർത്തിട്ടുള്ള ചേട്ടന്റെ നിപ്പ് നോക്കുക ഗൈസ്. പാട്ടുകളിൽ പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ തലമുറയിൽ ഓരോ ഇഷ്ടങ്ങളായിരിക്കും. പക്ഷെ പൂരത്തിൽ അങ്ങനെ തലമുറ മാറ്റില്ല കേട്ടോ. പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രായമൊന്നുമില്ല. വരെ കാണുക, കേൾക്കുക, ഫീൽ ചെയ്യുക, അതിന്റെ ഒരു ഭാഗമായി മാത്രമേ ഉള്ളൂ. പൂരത്തിൽ ചെന്ന് അത് ഫീൽ ചെയ്യുക, ആ തിരക്കിലൂടെ ഒക്കെ പോയി വേർത്ത് വെള്ളമായി എന്നിട്ട് കണ്ട് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഈ തിരക്കിൽ വന്നിട്ട് ഫീൽ ചെയ്യാൻ വേണം. അപ്പൊ ഇത്തവണത്തെ കിഴൂർ പൂരം എന്തായാലും തകർത്തു വായി. അപ്പൊ കിഴൂർ പൂരം നൊസ്റ്റാൾജി ഉള്ളവരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.